ഹായ്. ബിനാൻസ് ഫ്യൂച്ചർ ട്രേഡിൽ എങ്ങനെയാണ് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമുക്കൊരു ട്രേഡിംഗ് സിഗ്നൽ കിട്ടിയാൽ ആ ട്രേഡിൻ്റെ എൻട്രി പ്രൈസും മാർക്കറ്റ് റേറ്റും വ്യത്യാസമുണ്ടെങ്കിലാണ് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ബിനാൻസിലെ സെറ്റിംഗ് പ്രകാരമാണ് വിശദീകരിക്കുന്നത്. എനിക്ക് ഒരു സിഗ്നൽ വന്നു, നിയർ USDT. അതിൻ്റെ എൻട്രി പ്രൈസ് 2.563 ആണ്. ചാർട്ട് നോക്കിയാലും അതേ റേറ്റിൽ തന്നെയാണ് എൻട്രി പ്രൈസ് 2.563. ഞാൻ മാർക്കറ്റ് റേറ്റ് ചെക്ക് ചെയ്തപ്പോൾ നിയർ USDT ഇപ്പോഴുള്ള മാർക്കറ്റ് റേറ്റ് 2.443 ആണ്. ഇതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ്, 4 അവർ ചാർട്ടിലാണ്. അപ്പോൾ 2.44ൽ നിന്നും 2.536ൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് വന്നാലാണ് ഇവിടെ ട്രേഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇവിടെ ലിമിറ്റ് ഓർഡറാണ് യൂസ് ചെയ്യേണ്ടത്. ഫ്യൂച്ചർ ട്രേഡിൻ്റെ പേജിൽ വന്നിട്ട് അവിടെ മാർക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ നമുക്ക് 2 ഓപ്ഷനാണ് യൂസ് ചെയ്യാനുള്ളത്. ഒന്ന് സ്റ്റോപ്പ് മാർക്കറ്റ്, രണ്ടാമത്തത് സ്റ്റോപ്പ് ലിമിറ്റ്. ട്രേഡ് ലോങ് ആണ് നാം എടുക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് മാർക്കറ്റ് യൂസ് ചെയ്യുക. ട്രേഡ് ഷോർട്ടാണെങ്കിൽ സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്യുക. ഒന്നുകൂടി വിശദീകരിക്കുന്നു. ട്രേഡ് ലോങ് ആണ് എങ്കിൽ സ്റ്റോപ്പ് മാർക്കറ്റ് യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ട്രേഡ് ഷോർട്ടാണ് എങ്കിൽ സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ മുകളിൽ മാർക്കറ്റ് എന്ന ഭാഗത്ത് അത് ചേഞ്ച് ആയതായിട്ട് കാണാം. എൻ്റെ ട്രേഡ് ലോങ് ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് താഴെ സ്റ്റോപ്പ് USDT എന്ന ഒരു കള്ളി കാണാം. അതിൻ്റെ താഴെ മാർക്കറ്റ് പ്രൈസ് എന്ന് ഇനാക്റ്റീവായിട്ട് കാണാം. അത് ഒന്നും ചെയ്യേണ്ടതില്ല. സ്റ്റോപ്പ് USDT എന്ന കള്ളിയിൽ കോളത്തിൽ നാം കറക്റ്റ് എൻട്രി പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2.563 2.563 ടൈപ്പ് ചെയ്തു. ശേഷം താഴെ ഒരു ആരോ മാർക്ക് നീക്കുന്ന സ്ഥലം കാണാം. അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് നീങ്ങി വരുന്നതായിട്ട് കാണാം. ശതമാനം കണക്കിന് ഇപ്പോൾ 14%. ഞാൻ ഇവിടെ 15% യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന എമൗണ്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ അവിടെ സ്ക്രോൾ ചെയ്ത് 15% ആക്കിയിട്ടുണ്ട്. ഐസൊലേറ്റഡ്, അതുപോലെ ക്രോസ്, ലിവറേജ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ മാറ്റി കൊടുക്കേണ്ടതാണ്. ശേഷം നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസും TPയും വെക്കേണ്ടതുണ്ട്. അത് ഇവിടെ TP ആൻഡ് SL എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ അവിടെ ടിക്ക് ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. TP ടേക്ക് പ്രോഫിറ്റ് എത്രയാണ് എന്ന് ടൈപ്പ് ചെയ്യുക. TP ഇവിടെ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് TP 2.617 ആ TP വെക്കുമ്പം തന്നെ നമുക്ക് ഇവിടെ മുകളിൽ ബൈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ TP2 സെറ്റ് ചെയ്യുകയാണ്. 2.700.
2.700. വലിയ കുഴപ്പമില്ല. 1.78 പ്രോഫിറ്റ് എനിക്ക് കിട്ടും. ഇനി TP പോലെ തന്നെ തൊട്ട് താഴെയുള്ള കോളത്തിൽ SL വെക്കാം. ഇതിൽ കാണിച്ച SL തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്ത് SL ചെക്ക് ചെയ്തിട്ടൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ അങ്ങനെയും വെക്കാം. 2.466 ആണ് ഇവിടെ SL ഉള്ളത്. അത് ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുന്നു. 2.466. നേരത്തെ അറിയിച്ച പോലെ തന്നെ അവിടെ പ്രോഫിറ്റും ലോസും കാണിക്കുന്നുണ്ട്. റെഡ് കളറിൽ കാണിക്കുന്നത് ലോസാണ്. 1.26. ഈ ടാർജറ്റ് ഹിറ്റായാൽ എനിക്ക് ലോസാകും. ഇനി അതിൻ്റെ പ്രോഫിറ്റ് 1.26 പ്രോഫിറ്റും എനിക്ക് കിട്ടും. ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടത് ഐസൊലേറ്റഡ്, അതുപോലെ തന്നെ ലിവറേജ് മുകളിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റ് ചെയ്യുക ആദ്യമായിട്ട് തന്നെ. പിന്നെ സ്റ്റോപ്പ് മാർക്കറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ലോങ് ആണെങ്കിൽ സ്റ്റോപ്പ് ലിമിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഷോർട്ട് ആണെങ്കിൽ. തൊട്ട് താഴെ സ്റ്റോപ്പ് USDT എന്ന സ്ഥലത്ത് നമ്മുടെ എത്രയാണ് എൻട്രി പ്രൈസ് അത് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ശേഷം സ്ക്രോൾ ചെയ്ത് നമുക്ക് വേണ്ട എമൗണ്ട് സെറ്റ് ചെയ്യുക, ശതമാനക്കണക്കിന്. ഈ സ്ക്രോൾ ചെയ്ത് നമ്മൾ വാലറ്റിലുള്ള എമൗണ്ട് എത്രയാണോ ഇവിടെ താഴെ കാണിക്കും. ഏറ്റവും താഴെ കോസ്റ്റ് എന്നുള്ളിടത്ത് എമൗണ്ട് കൂടിയും കുറഞ്ഞും വരുന്നതായിട്ട് കാണാം. ഞാനിവിടെ എൻ്റെ 16% സെറ്റ് ചെയ്തു. ശേഷം TPSL വെക്കുന്നത് TPSL എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് രണ്ടും ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശേഷം ഓപ്പൺ ലോങ് ട്രേഡ് ആണെങ്കിൽ ഓപ്പൺ ലോങ്, ഷോർട്ട് ട്രേഡ് ആണെങ്കിൽ ഓപ്പൺ ഷോർട്ട്. സക്സസ് എന്ന് കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് മാർക്കറ്റ് ഓർ ഓപ്പൺ ലോങ് എന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ എൻട്രി പ്രൈസിൽ ട്രേഡ് കാണാം. പൊസിഷനിൽ ട്രേഡ് ആക്റ്റീവായിട്ടുണ്ടാവില്ല. എപ്പോഴാണോ മാർക്കറ്റ് ആ റേറ്റിലെത്തുന്നത് ആ സമയത്ത് ട്രേഡ് ഓപ്പണായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു. Please subscribe my channel.